ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ആരോഗ്യമാണ് ഏറ്റവും നല്ല സമ്മാനം, സംതൃപ്തിയാണ് ഏറ്റവും നല്ല സമ്പത്ത്, ഏറ്റവും നല്ല ബന്ധുവിനെ വിശ്വസിക്കുക, നിർവ്വാണം ഏറ്റവും വലിയ സന്തോഷം. ധ്യാനത്തിന്റെ ആഴങ്ങളിൽ ധർമ്മത്തിന്റെ അമൃത് കുടിക്കുക, ഭയത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം നേടുക. ബുദ്ധൻ. ആരോഗ്യം ആണ് ഏറ്റവും വലിയ സമ്മാനം, തൃപ്തി ഏറ്റവും വലിയ ധനം, വിശ്വാസം ഏറ്റവും നല്ല ബന്ധം, നിർവ്വാണം ഏറ്റവും വലിയ സന്തോഷം. ധ്യാനത്തിന്റെ ആഴങ്ങളിൽ ധർമ്മത്തിന്റെ അമൃത് പാനം ചെയ്ത് ഭയത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചിതരാകുക. ഇതൊരു മനോഹരമായ വാചകമാണ്, ചുരുങ്ങിയ വാക്കുകളിൽ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു കഥ പറയാം. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ കുഞ്ഞപ്പൻ എന്നൊരു കർഷകൻ താമസിച്ചിരുന്നു. കഠിനാധ്വാനം ചെയ്ത് സ്വന്തം കൃഷിയിൽ നിന്ന് ഉപജീവനം നടത്തുന്ന സാധാരണക്കാരനായിരുന്നു അയാൾ. അയാൾക്ക് നല്ല ആരോഗ്യവും തൃപ്തിയുള്ള മനസ്സുമുണ്ടായിരുന്നു. ഭാര്യയും മക്കളും അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് കൂടിയായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. ധനികനായ വേണുക്കുട്ടൻ നായർ എന്നയാൾ ഉത്സവത്തിനാവശ്യമായ എല്ലാ ചെലവും വഹിച്ചു. ആളുകൾ വേണുക്കുട്ടനെ പുകഴ്ത്തി. കുഞ്ഞപ്പന്റെ മനസ്സിൽ അസൂയ തോന്നി. എനിക്കും ഇങ്ങനെ ധനം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അയാൾ വിചാരിച്ചു. അയാൾ വീട്ടിൽ ചെന്ന് ഒരു പഴയ പെട്ടി തുറന്നു. അതിൽ അയാളുടെ പിതാമഹൻ വിട്ടുപോയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ധർമ്മശാസ്ത്രം എന്നൊരു പുസ്തകമായിരുന്നു. അയാൾ ആ പുസ്തകം മറക്കാനാണ് വച്ചിരുന്നത്, പക്ഷേ ആ നിമിഷത്തിൽ വീണ്ടും വായിക്കാൻ തോന്നി. പുസ്തകം തുറന്നതും കുഞ്ഞപ്പൻ ഒന്നും മനസ്സിലായില്ല, പക്ഷേ പതുക്കെ അതിലെ ഓരോ വാചകവും അയാളുടെ കണ്ണുകൾ തുറന്നുകൊടുത്തു. ആരോഗ്യം, തൃപ്തി, വിശ്വാസം, നിർവ്വാണം എന്നിവയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അയാൾ മനസ്സിലാക്കി. ധനം ഒരു മായാണ്, അതിനാൽ ആഗ്രഹിക്കേണ്ട കാര്യമല്ല. അന്നുമുതൽ കുഞ്ഞപ്പൻ തന്റെ ജീവിതരീതി മാറ്റി. അയാൾ കൂടുതലും ധ്യാനം ചെയ്യാൻ തുടങ്ങി. തന്റെ കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിച്ചു. കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. ക്രമേണ കുഞ്ഞപ്പൻ സന്തോഷവും തൃപ്തിയും കൂടുതലായി അനുഭവപ്പെട്ടു. അയാൾക്ക് ധനം കുറഞ്ഞുവെങ്കിലും യഥാർത്ഥമായ സമ്പത്ത് കൂടുതലായി ലഭിച്ചു. അയാൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി. ആരോഗ്യം, തൃപ്തി, വിശ്വാസം എന്നിവ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധികളാണെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞപ്പൻ കഴിഞ്ഞു. എന്നാൽ നിർവ്വാണം, ആ ഏറ്റവും വലിയ സന്തോഷം അയാൾ എങ്ങനെ അനുഭവിക്കും? ഒരു ദിവസം ഗ്രാമത്തിൽ പ്രശസ്തനായ ഒരു സ്വാമി എത്തി. സ്വാമിയുടെ പ്രഭാഷണങ്ങൾ കേട്ട് കുഞ്ഞപ്പൻ ആകർഷിക്കപ്പെട്ടു. സ്വാമി ധർമ്മത്തിന്റെ പാതയെക്കുറിച്ചും ധ്യാനത്തിന്റെ ശക്തിയെക്കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ തന്നെ നിർവ്വാണത്തിന്റെ നീരുറവുണ്ട്. ധ്യാനത്തിലൂടെ നമുക്ക് അത് കണ്ടെത്താനാകും. കുഞ്ഞപ്പൻ സ്വാമിയുടെ ശിഷ്യനായി. ഓരോ പ്രഭാതത്തിലും ധ്യാനം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായിരുന്നു. അയാളുടെ മനസ്സ് അലഞ്ഞുതിരിഞ്ഞു. പക്ഷേ അയാൾ വിട്ടുകൊടുത്തില്ല. ക്രമേണ ശാന്തിയും സമാധാനവും അയാളുടെ ഉള്ളിൽ നിറഞ്ഞു. ഒരു ദിവസം ധ്യാനത്തിലിരിക്കുമ്പോൾ കുഞ്ഞപ്പൻ അനുഭവിക്കുന്നതായി തോന്നി. തന്റെ ചിന്തകൾ ശാന്തമായി, ശരീരം നിശ്ചലമായി. അയാൾ ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുകയാണെന്ന് തോന്നി. ഒരു തിളച്ച വെളിച്ചം അയാളുടെ ഉള്ളിൽ നിറഞ്ഞു. നിർവ്വാണത്തിന്റെ സ്പർശം അയാൾ അനുഭവിച്ചു. അന്നു മുതൽ കുഞ്ഞപ്പൻ ഒരു പുതിയ മനുഷ്യനായി. അയാളുടെ മുഖത്ത് നിരന്തരം ഒരു ശാന്തത പ്രകാശിച്ചു. അയാളുടെ വാക്കുകളിൽ കരുണയും സ്നേഹവും നിറഞ്ഞു. അയാൾ മറ്റുള്ളവരെ സഹായിക്കാനും സന്തോഷം പകരാനും ഏറെ ശ്രമിച്ചു. അയാൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ ധനം, ഏറ്റവും വലിയ സന്തോഷം എന്നിവ കണ്ടെത്തിയിരുന്നു. അത് ആരോഗ്യം, തൃപ്തി, വിശ്വാസം, നിർവ്വാണം എന്നിവയായിരുന്നു. കുഞ്ഞപ്പന്റെ കഥ ഓരോരുത്തർക്കും ഒരു പ്രേരണയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ സമ്പത്ത് കണ്ടെത്താൻ കഴിയും. നമുക്ക് ആരോഗ്യം കാത്തുസൂക്ഷിക്കണം, ലളിതമായ ജീവിതം നയിക്കണം, നമ്മുടെ അടുത്തവരെ സ്നേഹിക്കണം, ധ്യാനത്തിലൂടെ ആത്മീയത വളർത്തണം. അപ്പോൾ നമുക്കും നിർവ്വാണത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയും. വർഷങ്ങൾ കടന്നുപോയി. കുഞ്ഞപ്പൻ പ്രായമായി, എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും നിർവ്വാണത്തിന്റെ പ്രകാശം ഒരിക്കലും മങ്ങിയില്ല. ഗ്രാമത്തിലെ എല്ലാവർക്കും അദ്ദേഹം ഒരു ഗുരുവായി മാറി. ആധികളുള്ളവർ അദ്ദേഹത്തിന്റെ അടുത്ത് ആശ്വാസം തേടിയെത്തി. സന്തോഷം നഷ്ടപ്പെട്ടവർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതീക്ഷ കണ്ടെത്തി. ഒരു ദിവസം ഗ്രാമത്തിൽ കഠിനമായ വരൾച്ച ബാധിച്ചു. വിളകൾ നശിച്ചു. ആളുകൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി കഷ്ടപ്പെട്ടു. ഈ പ്രതിസന്ധിയിലും കുഞ്ഞപ്പൻ പതറിയില്ല. അദ്ദേഹം തന്റെ ചെറിയ കൃഷിയിൽ നിന്നും കിട്ടിയ ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവച്ചു. നേരം പിഴയ്ക്കാതെ ധ്യാനിച്ചു, മറ്റുള്ളവർക്കും ധ്യാനം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശാന്തതയും കരുണയും ഗ്രാമത്തിൽ പ്രകാശം പരത്തി. ആളുകൾ പരസ്പരം സഹായിച്ചു.
പ്രതീക്ഷ നഷ്ടപ്പെടാതെ കഠിനാധ്വാനം ചെയ്തു. ക്രമേണ വരൾച്ച കടന്നുപോയി. ഗ്രാമം വീണ്ടും പച്ചപിടിച്ചു. ഈ സംഭവം കുഞ്ഞപ്പന്റെ ജീവിതത്തിലെ മറ്റൊരു പാഠമായി. നിർവ്വാണം സ്വന്തം സന്തോഷത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം പകരാനുള്ള ശക്തി നൽകുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മറ്റുള്ളവരെ കരുണയോടെ സഹായിക്കാനുള്ള കഴിവ് നിർവ്വാണത്തിന്റെ ഏറ്റവും വലിയ മുദ്രയാണ്. കുഞ്ഞപ്പന്റെ ജീവിതം ഒരു തിരിച്ചറിവാണ്. യഥാർത്ഥ സമ്പത്ത് ആരോഗ്യത്തിലും തൃപ്തിയിലും വിശ്വാസത്തിലും നിർവ്വാണത്തിലും അടങ്ങിയിരിക്കുന്നു. ഈ സമ്പത്ത് കണ്ടെത്താൻ ധനം ആവശ്യമില്ല, നമുക്കുള്ള എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കുകയും നിർവ്വാണത്തിന്റെ വഴി തേടുകയും മാത്രം വേണം. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നദികൾ ഒഴുകും. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.